വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട പോലെ ICT എൻട്രി കൺഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒരു 3 ദിവസം മുന്നേ നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളുടെ നെക്സ്റ്റ് നമ്മൾ സൈക്കോളജി വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഒരു പുതിയൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഈ പ്ലാൻ ചെയ്യുന്ന സീരീസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വരുന്ന മെജോറിറ്റി ഡൗട്ട്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ കമൻ്റ് ഇട്ടതിൽ കൂടുതലും വന്ന കമൻ്റ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ പ്രോപ്പറായിട്ട് എൻട്രി കൺഫോർമേഷൻസ് ചെയ്യാം. പല ആളുകളും നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത് ഒരു എൻട്രി ലെവൽസ് മാർക്ക് ചെയ്യും. പക്ഷെ ആ എൻട്രിയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ആ എൻട്രി ചിലപ്പോൾ ഒരു സോൺ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവൽ ഒരു ലിക്വിഡിറ്റി ലെവൽസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കൺഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ആ എൻട്രി ഏർലി എൻട്രി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിലേഡ് എൻട്രി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്, എൻട്രി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻ കേസ് ഇപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ICT യൂസ് ചെയ്യുന്ന ആളായാലും എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്നും അറിയണ്ട. ഇവിടെ നമ്മൾ പറയുന്ന ഒരു 3 എൻട്രി ടൈപ്സ് ആൻഡ് കൺഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് 15 മിനിറ്റ് 30 മിനിറ്റ് ഒന്നുമല്ല. നമ്മൾ ഫ്ലോയിൽ പറഞ്ഞു പോകുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫോർമേഷനെ പറ്റി വേറൊരു വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ഫാക്ച്വൽ കൺഫോർമേഷൻ. ഓക്കെ, അതാണല്ലോ നമ്മളുടെ ടോപ്പിക്. എന്താണ് കൺഫോർമേഷൻ? ഫാക്ച്വൽ കൺഫോർമേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക. കൺഫോർമേഷൻ റെഫേഴ്സ് ടു എൻ അഡീഷണൽ എവിഡൻസ് ഓർ സിഗ്നൽ ദാറ്റ് എൻഫോഴ്സ് the validity of trading decision or setup. Traders use confirmation to ensure that their trades align with the market condition, increase the likelihood of success and reducing risk. എന്തിനാണ് നമ്മൾ കൺഫോർമേഷൻ നോക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ എവിഡൻസ് ഓർ സിഗ്നൽ. ഓക്കെ, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഒരു അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നതിന് പകരം ഒരു അഡീഷണൽ എവിഡൻസ് ഓർ സിഗ്നൽ അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നു. എന്തിനാണ്? നമ്മളുടെ ഡിസിഷൻ മേക്കിൻ്റെ വാലിഡിറ്റി ഒന്നുകൂടി കൂട്ടാൻ. അതാണ് റീഎൻഫോഴ്സ് ദ വാലിഡിറ്റി ഓഫ് ട്രേഡിംഗ് ഡിസിഷൻസ് ഓർ അവർ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇൻക്രീസ് ഓഫ് സക്സസ്സും കൂടും, അതുപോലെ തന്നെ റെഡ്യൂസിങ് റിസ്ക്കും. ഓക്കെ, ഇൻക്രീസിങ് ദ സക്സസ് ഓർ റെഡ്യൂസിങ് ദ റിസ്ക്. കാരണം നമ്മൾ ബ്ലൈൻഡ്ലി ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എൻട്രി എടുക്കല്ല. അവിടെ നിന്ന് പൊട്ടൻഷ്യലി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സ് ആകുമോ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ, അതുപോലത്തെ ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്സും കൂടും, അതുപോലെ നമ്മളുടെ റിസ്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫാക്ച്വൽ കൺഫോർമേഷൻ ഈസ് നെസസറി ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് എൻട്രീസ് ആൻഡ് കൺഫോർമേഷൻ നമുക്ക് 3 തരത്തിലെടുക്കാം. ഒന്നെന്ന് പറയുന്നത് അഗ്രസീവ് എൻട്രിയാണ്. എന്താണ് ഈ അഗ്രസീവ് എൻട്രി എന്ന് പറയുന്നത്? നമ്മൾ അഗ്രസീവായിട്ട് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് താഴ്ന്നാൽ ഈ പ്രൈസ് ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോങ് പോയിരിക്കും. അതാണ് അഗ്രസീവ് എൻട്രി. ഈ അഗ്രസീവ് എൻട്രി ഞാൻ എൻ്റെ സെറ്റപ്പിൽ 100% അഷ്യൂർഡ് ആണെങ്കിൽ, എനിക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ അഗ്രസീവ് എൻട്രി എടുക്കും. അഗ്രസീവ് എൻട്രി അതിൽ ദർ ഈസ് നോ കൺഫോർമേഷൻ. നമ്മൾ കൺഫോർമേഷൻ നോക്കാത്ത ബ്ലൈൻഡ്ലി ചെയ്യുന്നതാണ് അഗ്രസീവ് എൻട്രി. ഞാനിപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുന്നത് വെന്നെവർ ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് വിചാരിക്കുക. പ്രൈസ് ഡിമാൻഡ് സോണിലേക്ക് വന്നു കഴിഞ്ഞ് ഡിമാൻഡ് സോൺ ടാപ്പ് ചെയ്താൽ ഡിമാൻഡ് സോണിൻ്റെ ഓപ്പണും ഡിമാൻഡ് സോണിൻ്റെ ക്ലോസും. ഓക്കെ, ഈ ഓപ്പണിൽ പ്രൈസ് ടാപ്പായി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു ലിമിറ്റ് എൻട്രി ഉണ്ടാവും. എൻ്റെ SL എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഇതൊരു അഗ്രസീവ് അപ്രോച്ചാണ്. നമ്മൾ കൺഫോർമേഷൻ നോക്കുന്നില്ല.
ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എൻട്രി ഓൺ കൺഫർമേഷൻ എന്ന് പറയുന്നത്, അഗ്രസീവ് എൻട്രി, അതിൽ നോ കൺഫർമേഷൻ. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് ഓഫ് എൻട്രി ആൻഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺഫർമേഷൻ എൻട്രി. കൺഫർമേഷൻ എൻട്രി നമ്മളെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ, നമ്മൾ ഈ ഒരു ഷോർട്ട് ടേം ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ നമ്മളെന്താണ് ഒരു അഡീഷണൽ എവിഡൻസ് ഓർ സിഗ്നൽ, ഒരു അഡീഷണൽ സിഗ്നൽസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. എന്തിനാണ്? നമ്മളുടെ വാലിഡിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് കൺഫർമേഷൻ എൻട്രി അറിയുമ്പോൾ നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്ത് കൺഫർമേഷൻ? ദർ ഈസ് എ ക്യാൻഡിൽ ക്ലോസ്. ഇപ്പം നമ്മൾ അഗ്രസീവ് പറഞ്ഞ പോലെ എന്താണ്, ഒരു ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് വരികയാണെങ്കിൽ പ്രൈസ് ഈ ഡിമാൻഡ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഞാൻ ലോങ് ആണ് പോകുന്നതെങ്കിൽ എന്താണ്, ഇവിടെ എന്ത് വരണം, ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാലായിരിക്കും എൻ്റെ ഇവിടത്തെ എൻട്രി, അതിനുശേഷമായിരിക്കും താഴത്തെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ എന്താണ്, കൺഫർമേഷൻ എൻട്രിയിൽ നമ്മളെന്താണ് ഒരു ക്യാൻഡിൽ ക്ലോസ് സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അതാണ് കൺഫർമേഷൻ എൻട്രി. നെക്സ്റ്റ് എന്താണ്, കൺസർവേറ്റീവ് എൻട്രി. ICTയുടെ കൺഫർമേഷനിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കൺസർവേറ്റീവ് എൻട്രി എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ്. എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 2 എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഡിമാൻഡ് സോൺ എത്തിക്കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് നമ്മളെന്താവും, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ്, നമ്മൾ മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ്, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൽ നമ്മളെന്താണ് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ എടുക്കുന്നതാണ് എന്ത്, കൺസർവേറ്റീവ് എൻട്രി. ഓക്കെ, ഇപ്പം എന്താണ്, നമ്മൾ മൂന്നിനെയും കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൂന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയ പോലെ തന്നെ എന്താണ്, ഈ കൺഫർമേഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്നാമത് റിഡക്ഷൻ ഓഫ് റിസ്ക് അല്ലെങ്കിൽ റിഡ്യൂസ് റിസ്ക്, അതുപോലെ തന്നെ വിന്നിങ് പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ്. ഇതാണ് നമ്മളെന്താണ് ഈ ഫ്രാക്ചറൽ കൺഫർമേഷനെ കൊണ്ട് നമുക്ക് ട്രേഡേഴ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മൾ എന്തൊരു കൺഫർമേഷൻ ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് വേണം, അല്ലേ? നമ്മൾ വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് നമ്മൾ കൺഫർമേഷൻ നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ആ കൺഫർമേഷൻ ആവാനുള്ള സാധ്യത 100%. കാരണം എന്താണ്, നമ്മൾ ഇൻവാലിഡ് സെറ്റപ്പാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ വരുമോ? ഇല്ല. ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൺഫർമേഷൻ ഫെയിൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സെറ്റപ്പ്, ഫൈൻഡ് എ വാലിഡ് സെറ്റപ്പ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ICT ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ എ പ്ലസ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ സെറ്റപ്പിന് വേണ്ട കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് അതിനൊരു A+ റാങ്കിങ് കൊടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു ബുള്ളിഷ് സെറ്റപ്പും ഇവിടെ ഒരു ബെയറിഷ് സെറ്റപ്പും. കാരണം എന്താണ്, ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ നമ്മളൊരു ഡിമാൻഡ് OBയും നമ്മളൊരു ബെയറിഷ് സെറ്റപ്പിൽ ഒരു സപ്ലൈ OBയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി വേണ്ട ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കും ഡിമാൻഡ് ഓർഡർ ബ്ലോക്കും ഫോം ആവുന്നതിന് നമുക്ക് വേണ്ട കുറച്ച് ക്രൈറ്റീരിയസ് എന്താണ്. ആദ്യത്തത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ നമ്മളുടെ ക്രൈറ്റീരിയ നമ്പർ 1 ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മാനിപ്പുലേഷൻ. നിങ്ങൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതുപോലെ എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇത് പഠിച്ച പോലെ എന്താണ്, നമുക്ക് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് വേണം. അതിനെ നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയും. അതിനുശേഷം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, മാനിപ്പുലേഷൻ സംഭവിച്ചതിന് ശേഷം അറ്റ് എ ടൈം എന്താണ്, ഒരു ബെയറിഷ് എൻഗുൾഫിംഗ് ഫോം ക്യാൻഡിൽസിൽ എന്തായിരിക്കണം, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അഥവാ ഒരു ഇംബാലൻസ് അവിടെ ഫോം ആയിരിക്കണം. അതിനുശേഷം എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ സ്ട്രക്ചർ ബ്രേക്കോ. വെന്നവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു ബ്രേക്ക് അവിടെ നടന്നിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നോ മിറ്റിഗേഷൻ. കാരണം എന്താണ്, ഇപ്പം ഈ ഒരു ഫോം ആയിട്ടുള്ള ഒരു സോണ്. ഓക്കെ, ഇപ്പം എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഈ 3 കാര്യം സംഭവിക്കുമ്പോൾ തന്നെ എന്താവും, നമുക്ക് ഒരു സപ്ലൈ OBയോ അല്ലെങ്കിൽ ഡിമാൻഡ് OB കിട്ടും. ആ ഡിമാൻഡ് OB മിറ്റിഗേറ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് നോ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ആവുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് ഇതുപോലെ എന്താണ്
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവാം, ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ, ഒരു ബ്രേക്ക് ഇവിടെ നടന്നിരിക്കണം. അപ്പോൾ എന്താണ് നമുക്കൊരു ഡിമാൻഡ് ഓബി, വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഓബി കിട്ടും. ഇവിടെ നിങ്ങൾ ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ എന്താണ് ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മിറ്റിഗേറ്റഡ് അല്ല, നോൺ മിറ്റിഗേറ്റഡ് ആണ് ഇത് രണ്ടും. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മളെന്താണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു A+ സെറ്റപ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, അതിൽ വേണം നമ്മൾ കൺഫർമേഷൻ നോക്കാൻ. അല്ലാതെ ഇൻവാലിഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ ദയവ് ചെയ്ത് എന്താണ് കൺഫർമേഷൻ നോക്കണ്ട. കാരണം എന്താ ഇൻവാലിഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ കൺഫർമേഷൻ നോക്കണ്ട. കാരണം എന്താ ആ കൺഫർമേഷൻ ഫെയിൽ ആയിരിക്കും. കാരണം എന്താ സെറ്റപ്പ് തന്നെ ഇൻവാലിഡ് ആണ്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ A+ സെറ്റപ്പ് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് കണ്ടുപിടിക്കുക, അതിൽ വേണം കൺഫർമേഷൻ നോക്കാൻ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയ ഈ ഒരു സെറ്റപ്പ് നമുക്ക് എന്താണ് നമ്മൾ ചാർട്ട് വൈസ് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരിക്കണം, സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം, ഡിസ്പ്ലേസ് ഉണ്ടായിരിക്കണം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു POI അല്ലെങ്കിൽ നമ്മളുടെ സപ്ലൈ ഓർഡർ ബ്ലോക്കോ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കോ അൺമിറ്റിഗേറ്റഡ് ആയിട്ടില്ല എന്നുകൂടി നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലിൻ്റെ നടുക്കായിട്ട് എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. സപ്ലൈ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് പ്രൈസ് തിരിച്ച് ഈ സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പോയിട്ട് കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കലാണ് നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡിമാൻഡ് ബേസ് നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഇപ്പോഴും പറയാം, നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽസ് നോക്കുക. ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം നോക്കൂ നിങ്ങൾ അഗ്രസീവായിട്ട് എന്താണ് ദ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്താണ് പ്രൈസ് താഴേക്ക് അഗ്രസീവായിട്ട് താഴേക്ക് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതുപോലെ തന്നെ എന്താണ് മാനിപ്പുലേഷൻ കഴിഞ്ഞു, അതിനുശേഷം എന്താണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇൻ ദ ഫോം ഓഫ് സ്ട്രോങ് ക്യാൻഡിൽസ്. അതിൻ്റെ ഇടയിൽ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു ഫോർമേഷനും ഉണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് ഓർ ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമുക്കെന്താണ് ഡിമാൻഡ് OB കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് അൺമിറ്റിഗേറ്റഡ്. ഓക്കെ, അപ്പോൾ വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സ്ലൈഡിലും എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എൻട്രീസ് ആൻഡ് കൺഫർമേഷൻ നമുക്ക് 3 തരത്തിലാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് അഗ്രസീവ്, ഒന്ന് കൺഫർമേഷൻ, ഒന്ന് കൺസർവേറ്റീവ്. അഗ്രസീവിൽ നമ്മൾ കൺഫർമേഷൻ എങ്ങനെയാണ് നോ കൺഫോർമേഷൻ. അതുപോലെ തന്നെ കൺഫോർമേഷൻ എൻട്രിയിൽ നമ്മൾ ക്യാൻഡിൽ ക്ലോസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നോക്കുന്നത്. മൂന്നാമത്തേൽ കൺസർവേറ്റീവ് എൻട്രി, അതിലെന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ്. എന്ത് സ്ട്രക്ചർ ഷിഫ്റ്റ്? മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ് എൻട്രി ആൻഡ് കൺഫോർമേഷൻ നോക്കുന്നത് നമുക്ക് ഹൈ ക്വാളിറ്റി സെറ്റപ്പിലും ലോ ക്വാളിറ്റി സെറ്റപ്പിലും നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഹൈ ക്വാളിറ്റി സെറ്റപ്പിലായിരിക്കണം കൺഫോർമേഷൻസ് നോക്കേണ്ടത്. ലോ ക്വാളിറ്റി സെറ്റപ്പിൽ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ആ ഒരു സെറ്റപ്പ് തന്നെ ഇൻവാലിഡ് ആയിരിക്കും. അതിൽ ഇനി കൺഫോർമേഷൻ നോക്കണ്ട. പല ആളുകളും ഇൻവാലിഡ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കൺഫോർമേഷൻ നോക്കും. അതിൽ കൺഫോർമേഷൻ നോക്കിയിട്ട് കാര്യമില്ല, കാരണം സെറ്റപ്പ് തന്നെ ഇൻവാലിഡ് ആണ്. അപ്പം എന്താണ് മനസ്സിലാക്കുക, ഹൈ ക്വാളിറ്റി സെറ്റപ്പും ഉണ്ട്, ലോ ക്വാളിറ്റി സെറ്റപ്പും ഉണ്ട്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ നിങ്ങളുടെ ക്രൈറ്റീരിയസ് എല്ലാം മാച്ച് ചെയ്തുകൊണ്ട് ഒരു A+ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റപ്പിലേക്ക് പോവുകയാണ്. ഇതെന്ന് പറയുന്നത് അഗ്രസീവ് ആണ്. ഓക്കെ, ഒരു അഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താണ് ദർ ഈസ് നോ ക്യാൻഡിൽ കൺഫോർമേഷൻ. നമ്മൾ നേരത്തെ 3 ടൈപ്സിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നോക്കുന്നത് അഗ്രസീവ് ആണ്. നോക്കുകയാണെങ്കിൽ അഗ്രസീവ് എൻട്രി വിത്തൗട്ട് കൺഫോർമേഷൻ ഇൻ ട്രേഡിംഗ് ഈസ് ആൻ എൻട്രിങ് എ ട്രേഡ് ബേസ്ഡ് ഓൺ അവർ സ്ട്രാറ്റജി ഓർ സിഗ്നൽ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എ അഡീഷണൽ കൺഫോർമേഷൻ സിഗ്നൽസ്. ഓക്കെ, എന്താണ് അഗ്രസീവ് എൻട്രി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളുടെ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. സെറ്റപ്പ് എങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കണം? വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ്. ഒരു വാലിഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ സെറ്റപ്പ് വാലിഡ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സെറ്റപ്പ് വാലിഡ് ആവാൻ നിങ്ങൾക്ക് ഏതൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് അല്ലെങ്കിൽ A+ സെറ്റപ്പ്.
ഓക്കെ. ഈ എ പ്ലസ് സെറ്റപ്പിലേക്ക് നമ്മൾ എന്താണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളൊരു ബെയറിഷ് സപ്ലൈ ആണ്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആണ് ഐഡന്റിഫൈ ചെയ്ത്. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, എല്ലാം കിട്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് വരച്ച് കഴിഞ്ഞാൽ ആ സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നിട്ട് സപ്ലൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻട്രി എടുക്കും. ഈ സപ്ലൈൻ്റെ മുകളിൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് വെക്കും. നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എവിടെയാണുള്ളത് അവിടെ ആയിരിക്കും എൻ്റെ TP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ബുള്ളിഷ് സെറ്റപ്പിലും ഇതുപോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താണ് ഒരു ഡിമാൻഡ് OB ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് മിറ്റിഗേറ്റഡ് ആണ്. അങ്ങനെയുള്ളൊരു ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് ഞാൻ വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡിമാൻഡ് സോൺ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻട്രി എടുക്കുന്നു. ഡിമാൻഡ് സോണിൻ്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് അഗ്രസീവ് മോഡൽ. ഈ അഗ്രസീവ് മോഡലിൽ നമ്മളെന്താണ് ഒരു ക്യാൻഡിൽ കൺഫോർമേഷനോ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റിനോ ഒന്നും കാത്തു നിൽക്കുന്നില്ല. ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, ഫാസ്റ്റർ എൻട്രി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എന്തായാലും ഈ ഒരു ഡിമാൻഡ് സോൺ വാലിഡ് ആണെങ്കിൽ ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് വരും. വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ എൻട്രി ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ ബെറ്റർ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിന് തന്നെ നമുക്ക് എൻട്രി കിട്ടും. അതുപോലെ തന്നെയാണ് മാക്സിമൈസ് പ്രോഫിറ്റ്. നമ്മൾ എൻട്രി എടുക്കുന്നത് ബെറ്റർ പ്രൈസ് ആണെങ്കിൽ, നമ്മൾ ചെയ്ത ടാർഗറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു മാക്സിമൈസ് പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് എന്താണ്, നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ ഈ അഗ്രസീവ് മെത്തേഡിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹയർ റിസ്ക്. എന്തുകൊണ്ടാണ് ഹയർ റിസ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബുള്ളി സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, എൻ്റെ സെറ്റപ്പ് എല്ലാം ഇവിടെ അല്ല, എന്താണ് എൻ്റെ വാലിഡ് സെറ്റപ്പ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു വാലിഡ് സെറ്റപ്പാണ് എനിക്ക് വേണ്ടെങ്കിൽ ആ വാലിഡ് സെറ്റപ്പിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്ത് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഞാൻ ഒരു കൺഫർമേഷനും നോക്കാതെ അഗ്രസീവായിട്ടാണ് എൻട്രി എടുക്കുന്നത്. എൻ്റെ ഡിമാൻഡ് സോൺ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ സപ്ലൈ സോൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഇവിടെ എൻട്രി പോകും. പിന്നെന്ത് ചെയ്യും, ഇതിൻ്റെ താഴെ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് പ്ലേസ് ഞാൻ ചെയ്യില്ലേ. എന്താണ്, വിത്തൗട്ട് നോയിങ് എനി സിഗ്നൽസ്, ഇവിടുന്ന് ഒരു സിഗ്നൽ, ഒരു ക്യാൻഡിൽ ക്ലോസോ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റോ ഒന്നും നോക്കാതെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഇൻ കേസ് എന്താണ് ഓപ്ഷൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, അഗ്രസീവായിട്ട് എടുക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് പല ആളുകളും അഗ്രസീവായിട്ട് എടുക്കും. പ്രൈസ് എന്ത് ചെയ്യും, കുറച്ച് നേരം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ചാർട്ടിൽ അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ടിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം ചാർട്ടിൽ എന്താവും, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഓക്കെ. അപ്പോൾ എന്താണ്, ഹയർ റിസ്ക്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ഫോൾസ് സിഗ്നൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്താവും, പ്രൈസ് ഡീപ്പായിട്ടൊന്ന് താഴേക്ക് വലിഞ്ഞതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാം. പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോകാം. ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടുന്ന് പ്രൈസ് താഴേക്ക് പോയി അതിന് ശേഷമായിരിക്കും ഒരു റിജക്ഷൻ ഇവിടുന്ന് ഫോം ആവുന്നത്. അപ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് ചാടി കയറുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ അറ്റ് ദ മണി എടുക്കും, ചില ആളുകൾ ഇൻ ദ മണി എടുക്കും, ചില ആളുകൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് എത്രയോ ഫാർ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ദെർ ഈസ് നോ ഇൻട്രൻസിക് വാല്യൂ, ഓൺലി ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, അവിടെ ടൈം TKയുടെ എഫക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്പോട്ട് ചാർട്ടിൽ എന്താണ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഓപ്ഷൻ പ്രീമിയത്തിൽ എന്തായിരിക്കും, സ്റ്റോപ്പ് ലോസും കഴിഞ്ഞ് എത്രയോ താഴെ പോയിട്ടുണ്ടാവും. ഓക്കെ. അതുകൊണ്ട് ഫോൾസ് സിഗ്നൽസ്, അതുപോലെ ലാക്ക് ഓഫ് ക്ലാരിറ്റി കുറവുണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, നല്ല അഡ്വാൻറ്റേജസ് ആണ്. കാരണം ഫാസ്റ്റർ എൻട്രി, ബെറ്റർ പ്രൈസ്, അതുപോലെ തന്നെ മാക്സിമൈസ് പ്രോഫിറ്റ്. പക്ഷെ എന്താണ്, ഇതിന് ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്താണ്, അഗ്രസീവ് എൻട്രി എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ A+ സെറ്റപ്പ് കിട്ടി, നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം അഗ്രസീവ് എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നോർമലി അഗ്രസീവ് എൻട്രി എന്താണെന്ന് വരച്ച് കാണിച്ച് പ്രസൻറ്റേഷൻ രീതിയിൽ പറഞ്ഞു. ഇനി എന്താണ്, നമുക്ക് ചാർട്ടിൽ പോയിട്ട് അഗ്രസീവ് എൻട്രി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ സെറ്റപ്പ് കിട്ടി. എന്താണ്, എൻ്റെ സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സെറ്റപ്പിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എന്താണ്, നമ്മളൊരു A+ സെറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ആദ്യം എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാനിപ്പുലേഷൻ ഫേസ് തന്നെയാണ്. അതിനുശേഷം സെക്കൻഡ് എന്താണ്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ്
FEG അഥവാ ഇംബാലൻസിൻ്റെ ഒരു ഫോർമേഷൻ വേണം. മൂന്നാമത്തത് എന്താണ്, നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റോ അതുപോലെ ഒരു സ്ട്രക്ചർ ബ്രേക്കോ നമുക്ക് വേണം. നാലാമത്തത് എന്താണ്, നാലാമത്തെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മൂന്നെണ്ണവും കൂടി നമുക്ക് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഡിമാൻഡ് OB അല്ലെങ്കിൽ ഒരു സപ്ലൈ OB കിട്ടും. അതെന്താണ്, നോ മിറ്റിഗേഷൻ. ഓക്കെ, നോ മിറ്റിഗേഷനും ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റപ്പ്, എൻ്റെ ഈ ഒരു സെറ്റപ്പ് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്നത്, നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചത്. നമുക്കെന്താണ് 5 മിനിറ്റിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഓക്കെ, ഇങ്ങനെ വരച്ചത് കൊണ്ട് തന്നെ എന്താണ്, എനിക്ക് പ്രോപ്പറായിട്ട് ഒരു എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് എന്താ ചെയ്യുക, നമുക്ക് സപ്ലൈ സപ്ലൈ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ട് ഇനി എൻ്റെ പ്ലാൻ എന്താണ്, എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അഗ്രസീവ് ട്രേഡറാണ്, ഞാനൊരു അഗ്രസീവ് ട്രേഡറാണ്. നമ്മളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രകാരം ഞാനൊരു എന്താണ് അഗ്രസീവ് ട്രേഡറാണ്. ഇവിടെ എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് തിരിച്ച് മാർക്കറ്റ് സപ്ലൈ OBയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാനിവിടെ എൻട്രി എടുക്കും, ഞാൻ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും, അതിനുശേഷം എന്ത് ചെയ്യും, ഞാനിവിടെ ടാർഗറ്റ് ഇടും. ഓക്കെ, ഇതാണല്ലോ എൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ അഗ്രസീവ് ട്രേഡറാണ്. ഇപ്പം എന്താണ്, ഞാൻ എന്തിന് വെയിറ്റ് ചെയ്യണം, സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ അഗ്രസീവായിട്ടൊരു എൻട്രി എടുത്ത് താഴേക്ക് ഒരു ടാർഗറ്റ് കൂടി ഇടും. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്തിന്, എൻ്റെ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ ഒരു സപ്ലൈ മിറ്റിഗേഷന് വേണ്ടി നോക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്നലെ ഒരു ദിവസത്തെ മിറ്റിഗേഷനാണ്. അപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ എനിക്ക് അറിയാം ഈ ഒരു എന്താണ് ഈ ഒരു ദിവസം മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ഡേ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കിന് എന്ത് വരുന്നത്, ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുന്നത്. എങ്ങനെയാണെങ്കിലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്താണ്, സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗ്രസീവായിട്ടായിരിക്കും എൻ്റെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അഗ്രസീവായിട്ട് എടുക്കൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് വന്നു, ഓക്കെ ടാപ്പ് കിട്ടിയില്ല. ഓക്കെ, ഒബ്വിയസ്ലി മാർക്കറ്റ് ഫെയിൽ ആയിട്ടുണ്ട്. ഇപ്പം എന്താണ്, അഗ്രസീവായിട്ട് ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ അഗ്രസീവായിട്ട് പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു. ഒബ്വിയസ്ലി എന്താണ്, നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് തന്നെയാണ്. ഓക്കെ, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി ഒരു കൺഫോർമേഷൻ പോലും യൂസ് ചെയ്യാതെ, കാരണം എന്താണ്, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ഡേ ആണിത്. ഇത് ഒരു ട്രേഡിംഗ് ഡേ ആണ്. ഇതെന്താണ്, ഇത് പുതിയൊരു ദിവസത്തിനുള്ള ഒരു ട്രേഡിംഗ് ഡേ ആണ്. ഇത് വേറെ ഒരു ദിവസത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പം എന്താണ്, ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് കൺഫേം ഈ ദിവസം നോക്കുകയാണെങ്കിൽ 19 സെപ്റ്റംബറിൽ വന്നിട്ടുള്ള ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, 19. ഇതെന്താണ്, ഇത് 20 സെപ്റ്റംബറിലാണ് ഇന്നത്തെ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇന്നലെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ടോട്ടലി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മാറിയിട്ടുണ്ടാവാം. ഓക്കെ, ടോട്ടലി എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മാറിയിട്ടുണ്ടാവാം. അപ്പം എന്താണ്, ഇവിടെ ടോട്ടലി നമ്മളെന്താണ് ഒരു എക്സ്ട്രാ കൺഫോർമേഷൻ നോക്കാതെ അഗ്രസീവായിട്ട് എടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് പോലും ഇൻവാലിഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഓൾറെഡി ഇന്നലെ യെസ്റ്റർഡേ ക്രിയേറ്റ് ചെയ്ത ഒരു വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പാണ്. പക്ഷേ ടുഡേ ഇന്നത്തേക്ക് വന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ടോട്ടലി ചേഞ്ചായി. അപ്പോൾ എന്താണ്, ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ള നിങ്ങൾ നോക്കാം, മാർക്കറ്റ് രാവിലെ തന്നെ
അപ് ട്രെൻഡ് ഒരു മാസീവ് മൂവിലാണ് പോയത്. ഒരു മാസീവ് മൂവിൽ അപ്പോൾ തന്നെ എന്തായിരിക്കും മാർക്കറ്റ് ഒരു കണ്ടീഷൻ ചേഞ്ച് ആയി എന്ന് എനിക്ക് അറിഞ്ഞാൽ പോലും ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു കൺഫർമേഷനും ഇല്ലാതെ ഞാൻ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് അവിടെ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ യെസ്റ്റർഡേയിൽ തന്നെയാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഈ സപ്ലൈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇവിടെ ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് എന്താണ് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഇന്നത്തേക്ക് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കുക ഇന്നലത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കില്ല ഇന്ന്. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ മാറിയിട്ടുണ്ടാവും. അപ്പം ആ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നതിന് വേറെ കൺഫോർമേറ്റീവ് ആവുക. ഇവിടെ എന്താണ് ഇവിടെ ഞാൻ അഗ്രസീവായിട്ടാണ് ട്രേഡ് എടുത്തത്. അഗ്രസീവായി ട്രേഡ് എടുത്തതുകൊണ്ട് തന്നെ ആ സോണിൽ എത്തുന്ന സമയത്ത് അഗ്രസീവ്, അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്, താഴെ ടാർഗറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി എസലിറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ഇതുപോലെ സംഭവിക്കുമെന്നല്ല നമ്മൾ പറയുന്നത്. മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്കുള്ള ആ ഒരു പ്രൈസ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വേറൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഓൾറെഡി എന്താണ് മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ്. കണ്ടില്ലേ, ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തു. ആ സമയത്ത് തന്നെ എന്താണ് മാർക്കറ്റ് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മാനിപ്പുലേഷൻ ലെഗ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്താണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ എന്താണ് നമുക്ക് ആ ഒരു FVG കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുശേഷം എന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് ഓർ സ്ട്രക്ചർ ബ്രേക്ക്, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു സ്ട്രക്ചർ, കാരണം എന്താണ് ഇത് കണ്ടിന്യൂസ് ആണല്ലോ വരുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂഷൻ എൻട്രി ആണല്ലോ. ഓക്കെ, റാലി ബേസ്, അതിനുശേഷമുള്ള ഒരു റാലീൻ്റെ ആണ്. അപ്പോൾ എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ആ മാനിപ്പുലേഷൻ ലെഗിലുള്ള ദർ ഈസ് എ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്. അതിനുശേഷം എന്താണ് ഇപ്പം ഇപ്പോഴും ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് എടുക്കുന്നത്. ഓക്കെ, അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി അറിയുമ്പോൾ എന്താണ് നമ്മളുടെ ഡിമാൻഡ് OBയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗ്രസീവ് ആയിട്ടൊരു എൻട്രി എടുക്കുന്നു. ആ ഡിമാൻഡ് സോണിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നു. ഐഡിയൽ ആയിട്ട് എന്താണ് നമ്മളുടെ ഈ ഒരു ഏരിയ ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്നാണ് മാർക്കറ്റിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസ് ഒബ്വിയസ്ലി നമ്മളുടെ ഡിമാൻഡ് സോണിലേക്ക് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിമാൻഡ് സോണിലേക്ക് ടാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ടാപ്പ് കിട്ടി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒബ്വിയസ്ലി നമ്മളുടെ ഡിമാൻഡ് സോണിലേക്ക് ടാപ്പ് ആയിട്ടുണ്ട്. നമ്മളെന്താണ് കണ്ടീഷണൽ കൺഫോർമേഷനോ അഡീഷണൽ സിഗ്നൽസോ ഒന്നും നോക്കാതെ തന്നെയാണ് നമ്മളുടെ എൻട്രി. ഓക്കെ, നമ്മൾ എൻട്രി വന്നു, ഒബ്വിയസ്ലി നമ്മൾ ഇൻ. അതിനുശേഷം ഒബ്വിയസ്ലി ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് അഗ്രസീവ് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടും, നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ടാർഗറ്റ് കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ അഗ്രസീവായിട്ട് നമ്മളുടെ വാലിഡ് സെറ്റപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രസീവ് എൻട്രി നോക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കൺഫോർമേഷൻ എൻട്രി. ഇപ്പോൾ ഒരു കൺഫോർമേഷൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻഡിൽ ക്ലോസിനോ അല്ലെങ്കിൽ മറ്റൊരു ക്യാൻഡിൽ ക്ലോസിൻ്റെ മുകളിലായിട്ടായിരിക്കും എൻട്രി. അപ്പം അയാളുടെ ടാർഗറ്റ് SL-ഉം ഇൻക്രീസ് ആകും, അതുപോലെ ടാർഗറ്റും ഡിക്രീസ് ആകും. അഗ്രസീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി, പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്, പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ്. പക്ഷെ റിസ്ക് കൂടുതലാണ്, മനസ്സിലാക്കുക. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ അഗ്രസീവ് എൻട്രിയുടെ ഒരു സെറ്റപ്പ് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സെറ്റപ്പ് A+ സെറ്റപ്പ് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ടീഷനിലൊന്ന് ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റിയും, മാർക്കറ്റിലെ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ ലിക്വിഡിറ്റി കൂടി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആദ്യത്തെ സെറ്റപ്പ് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഓർ സ്ട്രക്ചർ ബ്രേക്ക് കൂടി പ്രൈസ് തന്നു. അതിനുശേഷം ദർ ഈസ് എ ഇംബാലൻസ് ഹിയർ. ഓക്കെ, ഒരു ഇംബാലൻസ് മാർക്കറ്റിൽ
ഒരു ഇംബാലൻസ് അഥവാ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ട്, വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി എൻ്റെ ഇതെന്ന് പറയുന്നത് ഡിമാൻഡ് ഓബി അഡ്രസ്സ് ചെയ്യലാണ്. ഓക്കെ, എൻ്റെ ഡിമാൻഡ് ഓബി ഞാൻ അഡ്രസ്സ് ചെയ്തു. ഇനി എന്താണ് അഗ്രസീവ് മെത്തേഡിൽ ഒന്നും നോക്കാനില്ല. കാരണം എന്താ, പ്രൈസ് താഴെ എത്തുകയാണെങ്കിൽ എൻട്രി, താഴെ സ്റ്റോപ്പ് ലോസ്, നെക്സ്റ്റ് എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഐഡിയൽ ആയിട്ട് വേണം ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ. ഇവിടെ ഞാൻ ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടിയുണ്ട്. ഓക്കെ, അൺമിറ്റിഗേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പിന് എന്താണ്, അതിൻ്റെ ഒരു മിഡിൽ ലൈൻ, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്, കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ആ ഒരു ലൈനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഒബ്വിയസ്ലി ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഒബ്വിയസ്ലി എന്താണ് ഈ ഒരു സമയത്ത് നമ്മൾ എൻട്രി ആയിട്ടുണ്ടാവണം അല്ലേ. നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളല്ലേ, അഗ്രസീവ് ആയിട്ടാണ് നമ്മളുടെ എൻട്രി മോഡലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുന്ന് എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം എന്താണ്, അതിനുശേഷം ഒബ്വിയസ്ലി പ്രൈസിൻ്റെ ഒരു മൂമെൻറ്റമാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, പ്രൈസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റോപ്പ് ലോസ് ഒബ്വിയസ്ലി നമ്മൾ റാൻഡം ആയിട്ട് ഈ ഒരു ലെവലിൽ വരുന്ന എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഈ ഡിമാൻഡ് സോണിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ വരും. ഈ ലെവലിൽ അടിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, എൻ്റെ പ്രീമിയം ഏരിയ അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രീമിയം ചാർട്ടിൽ എന്തായിരിക്കും, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ഇത്രയും നേരം ഒരു കൺഫർമേഷൻ നോക്കാതെ തന്നെ ഇവിടെ ഇത്രയും നേരം പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ സ്പോട്ട് ചാർട്ടിൽ ആ അക്യുമുലേഷൻ കാണുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ ആ ഒരു അക്യുമുലേഷൻ വന്നിട്ട് സ്പോട്ട് ചാർട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ പ്രീമിയം ചാർട്ടിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അഗ്രസീവിന് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിച്ച എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള POI കിട്ടിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ്ലി അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്ത്. കാരണം എന്താ, ഇന്നലത്തെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇന്നത്തേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കുക, ഇന്നലത്തെ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് ഇന്നലത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഫോം ആയിട്ടുള്ള ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഇന്ന് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം മാർക്കറ്റ് ചേഞ്ച് ആകുമ്പോൾ മാർക്കറ്റ് ഇമോഷൻ, മാർക്കറ്റ് ബിഹേവിയർ എല്ലാം മാറും. സപ്ലൈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്താവാം, ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൺഫർമേഷൻ വേണം. രണ്ടാമത്തെ നിഫ്റ്റിയിലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്, അഗ്രസീവായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കണം നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്താണ്, നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ എൻട്രി കിട്ടും, നല്ല മാക്സിമൈസ് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ മൂന്നാമത്തെ ഈ ബാങ്ക് നിഫ്റ്റി നമ്മളുടെ ഈ ഒരു സെറ്റപ്പിൽ എന്താണ്, നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ പോലും അഗ്രസീവ് ആയി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ പ്രൈസ് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസിൽ സ്പോട്ട് ചാർട്ടിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടില്ല. പക്ഷേ ഒബ്വിയസ്ലി ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ഒരുപാട് സ്റ്റോപ്പ് ലോസ് നിന്ന് ഒരുപാട് താഴെ പോയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഒരു എക്സ്പയറി ഡേ കൂടിയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, പ്രീമിയം മെൽറ്റായിട്ട് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അഗ്രസീവ്നെസ് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അഗ്രസീവ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഫാസ്റ്റർ എൻട്രി, ബെറ്റർ പ്രൈസ്, മാക്സിമൈസ് പ്രോഫിറ്റ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക്. കാരണം എന്താണ്, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഡേയിലെ സപ്ലൈയോ പ്രീവിയസ് ഡേയിലെ ഡിമാൻഡിലേക്കൊക്കെ നമ്മൾ അഗ്രസീവായിട്ട് കയറി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. മാർക്കറ്റ് ആളുകളുടെ ഇമോഷൻ മാറിയിട്ടുണ്ടാവും, ടോട്ടലി മാർക്കറ്റ് ബിഹേവിയർ തന്നെ മാറിയിട്ടുണ്ടാവാം. അവിടെ ഹൈ റിസ്ക് ആണ്. അതുപോലെ ഫോൾസ് സിഗ്നൽസ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി എല്ലാം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താണ്, അഗ്രസീവ്നെസ് ചെയ്യുന്നവരുണ്ട്. പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ അഗ്രസീവ് എൻട്രി എടുക്കരുത്. അതുപോലെ തന്നെ എന്താണ്, ഓപ്ഷൻസിൽ അഗ്രസീവ് എൻട്രി എടുക്കരുത്. ഓപ്ഷൻസിൽ കൺഫോർമേറ്റീവ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് എൻട്രിയാണ് എടുക്കേണ്ടത്. അപ്പം എന്താണ്, നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള എന്താണ്, കൺഫോർമേഷൻ എൻട്രിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ കൺഫോർമേഷൻ എൻട്രി എന്ന് പറയുന്നത്, കൺഫോർമേഷൻ എൻട്രി ഇൻ ട്രേഡിംഗ് മീൻസ് വെയിറ്റിംഗ് ഫോർ എ പ്രൈസ് ക്യാൻഡിൽ ടു ക്ലോസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ബിഫോർ എൻട്രിങ് എ ട്രേഡ്. ദിസ് ഹെൽപ്സ് ടു കൺഫേം ദ മാർക്കറ്റ്സ് ഇൻറ്റൻറ്റ് ടു ഡയറക്ഷൻ ആൻഡ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫോൾസ് ബ്രേക്ക് ഔട്ട് ഓർ ഫേക്ക് മൊമെൻറ്റ്സ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ വന്നത്, ഇവിടെ അഗ്രസീവ്
എൻട്രിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഒരു അഗ്രസീവ് ട്രേഡറിൽ നിന്ന് ഒരു കൺഫോമേറ്റീവ് ട്രേഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമ്മളൊരു ക്യാൻഡിൽ ക്ലോസിന് വെയിറ്റ് ചെയ്യും. ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ സെറ്റപ്പ് എല്ലാം കൂടിയിട്ട് അല്ലെങ്കിൽ എന്താണ് എൻ്റെ സെറ്റപ്പ് കൂടിയിട്ട് എനിക്കൊരു സപ്ലൈ ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ സെറ്റപ്പ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കണമെങ്കിൽ എപ്പോഴും എവിടെയായിരിക്കും എൻട്രി എടുക്കുക? അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് വന്നതിന് ശേഷം എന്താണ് സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് അതിനുശേഷം സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എന്താണ് ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എസ് എൽ വെക്കാൻ രണ്ട് ഏരിയാസ് ഉണ്ട്. ഒന്നെന്താണ് നമുക്ക് കൺഫേം ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിൽ എസ് എൽ വെക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സപ്ലൈ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ വെക്കാൻ. ഇവിടെ ഞാൻ എപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് സപ്ലൈ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ വെക്കാനാണ്. ഓക്കെ, അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് വെക്കുക. ഇവിടെ എന്താണ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഒരു വാലിഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് പലതരം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത നമ്മളുടെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എൻട്രി എടുക്കുന്നു. എൻ്റെ എസ് എൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ഥലങ്ങളുണ്ട്. എന്താണ് ആ ഒരു കൺഫർമേഷൻ വന്ന ക്യാൻഡിലിൻ്റെ താഴെയും സ്റ്റോപ്പ് ലോസ് വെക്കാം, ഈ ഡിമാൻഡ് OBയുടെ താഴെയും എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? കുറച്ച് സ്റ്റോപ്പ് ലോസ് കൂടിയാൽ പോലും ഡിമാൻഡ് സോണിൻ്റെ താഴെ ആയിരിക്കണം വെക്കേണ്ടത്. അതിനുശേഷം എന്താണ് നമ്മളുടെ ടാർഗറ്റ് നെക്സ്റ്റ് ഏരിയ എവിടെയാണ് വെന്നവർ നിങ്ങളുടെ ലിക്വിഡിറ്റി പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് ഒരു ടാർഗറ്റും വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കൺഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് അഗ്രസീവിനേക്കാൾ കൂടുതൽ നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൈസ് ലെവലിൽ ഒരു ക്യാൻഡിൽ ക്ലോസിന് നമ്മൾ വെയിറ്റ് ചെയ്യലാണ് കൺഫോർമേഷൻ എൻട്രി ആൻഡ് കൺഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കൺഫോർമേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു 3 പോയിന്റ്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ് ഓഫ് കൺഫോർമേഷൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തത് റീട്രേസ്മെൻറ്റ് മോഡ്. റീട്രേസ്മെൻറ്റ് മോഡ് ICTയിൽ റീട്രേസ്മെൻറ്റ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ഇമ്പൾസീവ് കറക്ഷൻ അപ്പ് ട്രെൻഡിൽ, അതുപോലെ തന്നെ എന്താണ് ഡൗൺ ട്രെൻഡിൽ ഇമ്പൾസീവ്, താഴേക്കുള്ള മൂവാണ് ഇമ്പൾസീവ്, മുകളിലേക്കുള്ളതാണ് കറക്ഷൻ. ഇമ്പൾസീവ് മൂവ്, കറക്ഷൻ, ഇമ്പൾസീവ്. അതിലെന്താണ് ആ ഒരു കറക്ഷൻ മൂവിനെ നമ്മൾ റീട്രേസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ റീട്രേസ്മെൻറ്റ് എങ്ങനെയുള്ള റീട്രേസ്മെൻറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അതുപോലെ റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലോട്ട് ഔട്ട് ചെയ്ത ആ ഒരു ഡിമാൻഡ് സോണ് അല്ലെങ്കിൽ സപ്ലൈ ഓർഡർ ബ്ലോക്ക്, ഡിമാൻഡ് സോണ് സപ്ലൈ സോൺ എന്ന് പറയാം, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് സപ്ലൈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് വിക്ക് ക്യാൻഡിൽസ് ആണോ എന്ന് നോക്കുക. വിക്ക് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിൽ ആണോ നോക്കുക. അതുപോലെ തന്നെ എന്താണ് കൺഫോർമേഷൻ ക്യാൻഡിൽ ക്ലോഷർ പ്ലസ് വോളിയം. ഓക്കെ, ഇപ്പം കൂടുതലായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, നമ്മൾ ഓരോന്നും കൂടുതലായിട്ട് പറയും. ഇപ്പം ഫസ്റ്റത്തത് റീട്രേസ്മെൻറ്റ് മോഡ് എന്ന് വെച്ചാൽ P&V എന്ന് പറയുന്നത് പ്രൈസും വോളിയം തമ്മിലും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്താണ് എന്താണ് അക്യുമുലേഷൻ നടന്നു, അതിനുശേഷം മാനിപ്പുലേഷൻ നടന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം കൂടി കിട്ടിയിട്ട് നമുക്ക് ഒരു ഡിമാൻഡ് OB കിട്ടിയിട്ടുണ്ട്. ഈ ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് താഴേക്ക് വരണമല്ലോ. മാർക്കറ്റ് ഒരു സ്വിങ് ഹൈയും ഒരു സ്വിങ് ലോയും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു സ്വിങ് ഹൈയും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്ന ആ ഒരു മോഡിനെയാണ് നമ്മൾ റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ റീട്രേസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് വോളിയം താഴേക്ക് വരണം. അപ്പോൾ എന്താണ് ആ റീട്രേസ്മെൻറ്റ് സ്ട്രോങ് കുറഞ്ഞിട്ടുള്ള റീട്രേസ്മെൻ്റ് ആവും. കാരണം എന്താണ് സ്ട്രോങ് കുറഞ്ഞ റീട്രേസ്മെൻ്റ് ആയാലേ നമ്മളുടെ ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഉള്ളൂ. ഓക്കെ, കൂടുതൽ കൺഫ്യൂസ് ആവണ്ട. നമുക്കെന്താണ് ഈ ഒരു സ്ലൈഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ പ്രൈസ് വോളിയം റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് അപ്പ് ട്രെൻഡ് സ്പോട്ടഡ് ബൈ ദ വോളിയം ലുക്ക് ഫോർ എ സ്ട്രോങ് എൻട്രി. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് വോളിയവും മുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താണ് താഴെ വോളിയവും ഇതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താ പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്താണ് വോളിയം ഡിക്രീസിങ് ആണ്.
പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്, വോളിയം താഴേക്കാണ് പോകുന്നത്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പോകുമ്പോൾ എന്താണ്, അവിടെ പ്രൈസും വോളിയവും തമ്മിലുള്ള റിലേഷൻ നെഗറ്റീവാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. മറ്റേതിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു, അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിക്രീസ് നോക്കാം, ഡൗൺ സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താ, പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം അതിനർത്ഥം എന്താണ്, താഴേക്ക് വരുന്ന ആ പ്രൈസ് മൂവ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്തും കൊണ്ട് വോളിയം സ്ട്രോങ് ആണ്. അവിടെ എന്താണ്, അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ്. എന്ത്, പ്രൈസും വോളിയവും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നു, അതുപോലെ തന്നെ വോളിയവും താഴേക്ക് പോകുന്നു. അപ്പം എന്താണ്, പ്രൈസ് താഴേക്ക് പോകുമ്പോൾ വോളിയം താഴേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ട്രെൻഡ് വീക്ക് ആണെന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമുക്കൊരു ഡിമാൻഡ് ഒ ബി കിട്ടിക്കഴിഞ്ഞാൽ ഇനി പ്രൈസ് താഴേക്ക് വരണമല്ലോ. എന്തിനാണ്, മിറ്റിഗേറ്റ്, എന്താണ്, ഈ ഒരു ഡിമാൻഡ് ഒ ബി മാർക്കറ്റിൽ എന്താണ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം ഡിക്രീസ് ആണോ എന്ന് നോക്കണം. പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയവും ഇതുപോലെ താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീട്രേസ്മെൻറ്റിന് സ്ട്രോങ് കുറവാണ്. ഡിമാൻഡ് ഒ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ഡിമാൻഡ് ഒ ബി കിട്ടിക്കഴിഞ്ഞ് പ്രൈസ് ഫാസ്റ്റായിട്ട് താഴേക്ക് വരികയാണ്. എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നു, ഡിമാൻഡ് എന്താണ്, വോളിയം ഇൻക്രീസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ അവിടുന്ന് പോകില്ല എന്നൊന്നുമല്ല, നമ്മൾ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിരിക്കുക എന്നതാണ് ഇതിൻ്റെ കാര്യം. പ്രൈസും വോളിയവും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സ്ലൈഡ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് ടു സ്ലൈഡ്. എന്താണ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കീ പോയിന്റ്സ് ഇൻ ദ കൺഫോർമേഷൻ സെറ്റപ്പ്, രണ്ടാമത്തെ സെറ്റപ്പായിട്ടുള്ള നമ്മളുടെ കൺഫോർമേഷൻ സെറ്റപ്പ് നോക്കുന്നതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് റീട്രേസ്മെൻറ്റ് മോഡ് നോക്കുക. റീട്രേസ്മെൻറ്റ് മോഡിൽ പ്രൈസും വോളിയവും തമ്മിലുള്ള കോറിലേഷൻ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വോളിയവും താഴേക്കാണ്. അപ്പം എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ്. പ്രൈസും വോളിയവും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പം എന്താണ്, ഈ ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റിജക്ഷൻ ക്യാൻഡിൽ. പ്രൈസ് താഴെത്തി ഈ ഡിമാൻഡ് ഒ ബി അല്ലെങ്കിൽ എന്താണ്, ഈ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഒ ബി, സപ്ലൈ ഒ ബി ഒക്കെ വാലിഡ് ആണെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് അവിടുത്തെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻസ് നമ്മൾ നോക്കുക. ഇതുപോലെ വിക്കുകളുള്ള ക്യാൻഡിൽസ് ആണോ അവിടെ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലത്തെ വിക്ക് എന്ന് പറയുമ്പോൾ റിജക്ഷൻ ആണ്. പ്രൈസ് താഴേക്ക് വരുന്നു, ഇവിടെ നിന്ന് ബയേഴ്സ് പൊക്കിക്കൊണ്ട് പോകും. അപ്പം എന്താണ്, അവിടെ വിക്ക് ഫോർമേഷൻ ഉണ്ടാവും. അപ്പം എന്താണ്, ഒരു ക്യാൻഡിൽ റിജക്ഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കൺഫോർമേഷൻ ക്യാൻഡിൽ ക്ലോഷർ. മൂന്നാമത്തെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ക്യാൻഡിൽ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ എന്തൊക്കെ വരുന്നു, നമ്മൾ റിട്രേസ്മെൻറ്റ് നോക്കി, പ്രൈസും വോളിയവും തമ്മിലുള്ള റിലേഷൻ നോക്കി, അവിടെ നെഗറ്റീവായിട്ടുള്ള എന്താണ്, റീട്രേസ്മെൻറ്റിൽ എപ്പോഴും നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ് വേണ്ടത്. നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് മനസ്സിലാക്കി അതുപോലെ റിജക്ഷൻ ക്യാൻഡിൽസ് നോക്കിയാൽ റിജക്ഷൻസും സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ആ രണ്ട് സെനാരിയോ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എപ്പോഴാണ് പോകാൻ ചാൻസ് ഉള്ളത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സെറ്റപ്പ് വാലിഡ് ആവണം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസിന് വെയിറ്റ് ചെയ്യുക. ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബൈ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും എന്താണ്, ഇതിൻ്റെ താഴെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ബേസ്ഡ് ടാർഗറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഒന്നുകൂടി നമ്മളെന്താണ് കൺഫോർമേഷൻ നോക്കുകയാണെങ്കിൽ, കൺഫോർമേഷൻ എൻട്രി ഇൻ ട്രേഡിംഗ് മീൻസ് വെയിറ്റിംഗ് ഫോർ എ പ്രൈസ് ക്യാൻഡിൽ ക്ലോസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ബിഫോർ എൻട്രിങ് എ ട്രേഡ്. ദിസ് ഹെൽപ്സ് ടു കൺഫേം ദ മാർക്കറ്റ് ഇൻറ്റൻസ് ടു ഡയറക്ഷൻ ആൻഡ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫോൾസ് ബ്രേക്ക്ഔട്ട് ഓർ ഫേക്ക് മൂവ്സ്. ഓക്കെ, എന്താണ്, സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്താണ്, ഒരു ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, കീ പോയിന്റ്സ് ഇൻ കൺഫോർമേഷൻ സെറ്റപ്പിൽ റിജക്ഷൻ മോഡ് നോക്കുക.
പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷൻസ് നോക്കുക. ക്യാൻഡിൽ റിജക്ഷൻസ്, ക്യാൻഡിൽ വിക്ക് ആ സോണിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാൻഡിലിൻ്റെ റിജക്ഷൻസ് ഉള്ള ക്യാൻഡിൽസ് ആണോ എന്ന് കൂടി നോക്കുക. അതുപോലെ കൺഫോർമേഷൻ ക്യാൻഡിൽ ക്ലോഷർ വിത്ത് വോളിയം നോക്കുക. ക്യാൻഡിൽ കൺഫേം ചെയ്ത ക്യാൻഡിലിൻ്റെ വോളിയം കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് താഴേക്കായിരിക്കും, വോളിയം താഴേക്കായിരിക്കും. അതിനുശേഷം നമുക്ക് കിട്ടിയ ക്യാൻഡിൽ, നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ക്യാൻഡിൽ എന്തായിരിക്കും? ഈ ക്യാൻഡിലിനേക്കാളെല്ലാം വലിയൊരു ക്യാൻഡിലായിരിക്കും വിത്ത് വോളിയം റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ദർ ഈസ് എ സിഗ്നൽ, ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് പ്രൈസിൻ്റെ ഒരു റിവേഴ്സലിൻ്റെ പോസിബിലിറ്റി നമുക്ക് അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ പ്രൈസ് വോളിയം റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. എന്താണ്? നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ, പ്രൈസും വോളിയം തമ്മിൽ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും ഉണ്ടാവും. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, പ്രൈസിനെ വോളിയം എന്താണ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് കോറിലേഷൻ. എപ്പോഴും എന്താണ്? ഒരു ഇമ്പൾസീവ് മൂവിൽ എപ്പോഴും എന്തായിരിക്കണം? പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്തിരിക്കണം. ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റിൽ എന്തായാലും പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യാതിരിക്കണം. ഓക്കെ, ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമ്പൾസീവ് കറക്ഷൻ മൂവിൻ്റെ ആ ഒരു മാർക്കറ്റ് ഫേസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കൺഫോർമേഷൻ ടൈപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് ചാർട്ടിൽ നേരത്തെ നോക്കിയ പോലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കൺഫോർമേഷൻ സെൻട്രീസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ സെറ്റപ്പ്. എന്താണ്? ആദ്യത്തത് ലിക്വിഡിറ്റി സ്വീപ്പ്, അതിനുശേഷം എന്താണ് ഒരു ഒരു സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം എന്താണ് ദർ ഈസ് എ ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് വാലിഡ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എനിക്കിവിടെ കിട്ടുന്നത്. ഇവിടെ എന്താണ് എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ക്യാൻഡിൽ ക്ലോസ്, നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതെല്ലാം നോക്കിയിട്ട് ഒരു അപ്വാർഡ് മൊമെൻ്റമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ബ്ലൈൻഡായിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കില്ല. കാരണം എന്താ? ഞാനൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ട്രേഡറല്ല, ഞാൻ കൺഫോർമേഷൻ നോക്കിയിട്ടുള്ളൊരു ട്രേഡറാണ്. അപ്പോൾ എന്താണ്? കൺഫോർമേഷൻ ട്രേഡിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? പ്രൈസ്, അതുപോലെ തന്നെ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. രണ്ടാമത്തത്, ഈ ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് റിജക്ഷൻ കാണുന്നുണ്ടോ എന്നുകൂടി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഒരു ക്യാൻഡിൽ ക്ലോസ്, എന്താണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടണം. ഇവിടെ എന്താണ്? ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസ് വേണം വിത്ത് വോളിയം. ഓക്കെ, ആ ഒരു 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് നമ്മളുടെ ഡിമാൻഡ് OBയിലേക്ക് വരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് എൻട്രി ആയിട്ടുണ്ടാകും. പക്ഷെ എന്താണ് നമ്മൾ നോക്കുന്നത് അഗ്രസീവ് ആയിട്ടാണ്. ഇപ്പം എന്താണ് പ്രൈസ് താഴേക്ക് വരുന്നുണ്ട് അല്ലേ? പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വോളിയം നോക്ക്. നിങ്ങൾ വോളിയം എന്താണ് പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് ഒരു മൊമെന്റം കാണുന്നില്ല വോളിയത്തിൽ. പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, പക്ഷെ വോളിയം എന്താണ്? താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് താഴേക്ക് വരുന്നു, വോളിയം താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ താഴേക്ക് വരുന്നില്ലെങ്കിൽ പ്രൈസിൽ സ്പൈക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു റീട്രേസ്മെൻറ്റ് വീക്കാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റപ്പ് വന്ന് അതിനുശേഷം എന്താണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ക്യാൻഡിൽ വന്നു. എന്താണ് ഇവിടെ ഒരു വിക്ക് ക്യാൻഡിൽ ഫോമായി അല്ലേ? വിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഈസ് എ റിജക്ഷൻ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എൻട്രി ആക്ച്വലി എവിടെ വരണം? ഈ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻട്രി. അതിനുശേഷം എന്താണ് താഴെ സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം എന്താണ് നമ്മളുടെ നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രി കൺഫോർമേഷനിലേക്ക് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പ്രൈസ് ആൻഡ് വോളിയം റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ
പ്രൈസ് വോളിയം റിലേഷൻഷിപ്പ്. അതുപോലെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു എൻട്രി. ഇപ്പം നിങ്ങൾ കൺഫർമേഷൻ ഒഴിവാക്കുക. ഇപ്പം ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് എൻട്രി വന്നിട്ടുണ്ടാവും എൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഇതിൻ്റെ താഴെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഓപ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ലോസിലായിരിക്കും. കാരണം എന്താണ്, പ്രൈസ് ഇതുവരെ താഴെ വന്ന്, മനസ്സിലാക്കുക, ഇതുവരെ പ്രൈസ് താഴെ വന്ന് ഇവിടുത്തെ ഈ ഒരു മൊമെൻറ്റത്തിൽ പ്രീമിയം ചാർട്ടിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ഞാൻ കൺഫോമേറ്റീവ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ എന്താണ്, ഈ ക്യാൻഡിഡ് ലോസിൽ എനിക്ക് കുറച്ച് ഹൈ പ്രൈസിലാണ് കിട്ടിയത്. ഒബ്വിയസ്ലി ആണ്. അഗ്രസീവിൽ നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ പ്രൈസിലായിരിക്കും കിട്ടുക. നമ്മൾ കൺഫർമേഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ 3 കൺഫർമേഷൻ നോക്കുന്നുണ്ട്. പ്രൈസും വോളിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്, നമ്മുടെ സോണിലെത്തുന്ന സമയത്ത് ക്യാൻഡിലിൽ വിക്കുകൾ കൂടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, അതുപോലെ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത്. ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, നല്ല പേഷ്യൻസ് ഉള്ള ഒരാളുകൾക്കേ പറ്റിയിട്ടുള്ള പണിയാണ് ഇതെല്ലാം. പക്ഷെ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയതുപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് വീണ്ടും ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വോളി എന്താണ്, ഈ ഒരു താഴെയുള്ള ലിക്വിഡിറ്റി എല്ലാം കൂടി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അതിനുശേഷം എന്താ, ഒബ്വിയസ്ലി എന്താണ്, മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു കണ്ടിന്യൂഷൻ എൻട്രി തന്നെയാണ്. ഓക്കെ, കണ്ടിന്യൂഷൻ എൻട്രി തന്നെയാണ്. എന്താണ്, അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്. നമുക്ക് അപ് ട്രെൻഡിങ് ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലോങ് എൻട്രിക്ക് തന്നെയാണ്. അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, നമുക്കെന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. അതിനുശേഷം എന്താണ്, നമുക്കെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഡിമാൻഡ് OB. ഓക്കെ, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്. ഇപ്പം എന്താണ്, ഇതിലും എന്താണ്, ഞാൻ അഗ്രസീവ് അല്ല, കൺഫോർമേഷൻ ആണ്. എന്തൊക്കെയാണ് ക്യാൻഡിൽ കൺഫോർമേഷൻ എന്ന് പറയുന്നത്? ഒന്ന്, പ്രൈസും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ നോക്കും. അതുപോലെ തന്നെ എന്താണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്യാൻഡിൽ റിജക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് റീഡ് ചെയ്യും. ക്യാൻഡിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കറിയാം അവിടെ ആ ഒരു ഡിമാൻഡ് സോണ് വാലിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് വേണം. ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താ, പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, വോളിയവും താഴേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ്, പ്രൈസും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം മുകളിലേക്ക് പോയിട്ട് പ്രൈസിനെ പ്രൈസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. ദർ കുഡ് ബി എ നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പം എന്താണ്, ഇനി എനിക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു ക്യാൻഡിഡേറ്റ് ക്ലോസ് ആണ്. ഓക്കെ, ഡിമാൻഡിലെത്തി. ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ ഇപ്പം എൻട്രി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്താ, നമ്മൾ കൺഫോമേറ്റീവ് ആയിട്ടുള്ളൊരു ട്രേഡറാണ്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു, അതിനുശേഷം റിജക്ഷൻ ക്യാൻഡിൽ വന്നു, അതിനുശേഷം എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഫോർവേഡ് അടിച്ചത് കൂടിപ്പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ഡിമാൻഡ്, നമ്മളുടെ മൂന്നാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള എന്താണ്, നമ്മളുടെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ഉണ്ട്. അപ്പോൾ എന്താണ്, എൻട്രി എവിടെയായിരിക്കണം, ഇവിടെ ആയിരിക്കണം എൻട്രി വരേണ്ടത്. അതിനുശേഷം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, ഇതിൻ്റെ താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കൺഫോർമേഷൻ നോക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നോക്കാൻ. കാരണം എന്താ, നിങ്ങൾ ഈ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ആ ഏരിയയിലുള്ള വോളിയം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ ആ സമയത്തുള്ള വോളിയം എന്ന് പറയുന്നത് ഇതില്ല, എന്താ പറയുക, ഒരു സ്ട്രോങ് വോളിയം അല്ല. പകരം എന്താണ്, ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വോളിയം നോക്കൂ, വോളിയം പോകുന്നുണ്ട്. അപ്പോൾ പ്രൈസും വോളിയവും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ വോളിയം സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ വോളിയത്തിലൊരു ഇൻക്രീസ് നടക്കുന്നില്ല. അപ്പം എന്താണ്, ആ താഴേക്ക് വരുന്ന ആ റീട്രേസ്മെൻറ്റിന് വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഡൗൺ മൊമെൻറ്റത്തിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ അവിടെ ബയ്യേഴ്സ് ആണ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്താൽ പ്രൈസ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതാണ് കൺഫോർമേഷൻ നോക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. 3 കൺഫോർമേഷൻസ് ഞാൻ പറഞ്ഞ പോലെ 3 കൺഫോർമേഷൻ എന്തൊക്കെയാണ്? പ്രൈസും വോളിയും തമ്മിലുള്ള കോറിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഒ ബി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൈസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റിജക്ഷൻസ് വരുന്നുണ്ടോ നോക്കുക. മൂന്നാമത്തത് എന്താണ്? നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ്. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് ടു സ്ലൈഡ്സ്. എന്താണ് നമ്മൾ നേരത്തെ അഗ്രസീവിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞ പോലെ നമ്മുടെ കൺഫോർമേഷൻ എൻട്രീൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്താ? റെഡ്യൂസിങ് ഫോൾസ് സിഗ്നൽസ് നമ്മൾ ഒരു വിധത്തിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ക്ലിയർ ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ് ആൻഡ് വോളിയത്തിൻ്റെ കോറിലേഷൻസ് നെഗറ്റീവ് കോറിലേഷൻ ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്താണ് ഇംപ്രൂവ്ഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഗ്രസീവായിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമുക്കെന്താണ്? ആ ഒരു ഡിമാൻഡ് സോണിൽ ഇവിടെ എൻട്രി, ഇവിടെ സെല്ല്. ഓക്കെ, അവിടെയും റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാണ്. പക്ഷെ എന്താ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു പ്രോപ്പറായിട്ട് എന്താണ് നമ്മുടെ പ്രൈസ് വാസ് വോളിയം റിലേഷൻഷിപ്പ് നോക്കി, നമ്മളെന്താണ് ക്യാൻഡിൽ റിജക്ഷൻസ് നോക്കി, ക്യാൻഡിൽ ഫേവറബിൾ ക്യാൻഡിൽ ക്ലോസ് നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എൻട്രി ആയിരിക്കും അത്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈൻ്റെ താഴെ. അപ്പം എന്താണ്, നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക് ആയിരിക്കും അവിടെ, ഒരു നല്ലൊരു റിസ്ക് ആയിരിക്കും. കാരണം നല്ല കൺഫോർമേഷനോട് കൂടിയാണ് നമ്മൾ നോക്കുന്നത്, നല്ലൊരു റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിനനുസരിച്ചുള്ളൊരു ടാർഗറ്റ് നമ്മൾ അവിടെ സെറ്റ് ചെയ്താൽ പോലും അത് അച്ചീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 3 കൺഫോർമേഷനാണ് ഇതിൽ നോക്കിയത്. ഓക്കെ, ഇംപ്രൂവ്ഡ് റിസ്ക് മാനേജ്, അതുപോലെ ഇൻക്രീസ് കോൺഫിഡൻസ്. കാരണം എന്താണ്, നമ്മൾ ഈ 3 കൺഫോർമേഷൻ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു കാരണം എന്താ, അഗ്രസീവായിട്ട് റെയ്ഡ് എടുക്കുന്നതിന് ശേഷം മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൺഫോർമേഷൻ നോക്കിയിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ ചെറിയൊരു ഒരു ഒരു ഇമോഷൻ നമുക്ക് കൂടും. ഇവിടെ നമ്മൾ ഈ ഒരു 3 കൺഫോർമേഷനും കൂടിയൊക്കെ ഒത്തുചേർന്ന് നോക്കുമ്പോൾ തന്നെ എന്താണ്, ഇൻ കേസ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. അതുപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ഡിലേഡ് എൻട്രി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ ഒരു 3 കാര്യം നമ്മൾ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് പറയുമ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവും പറയണോ? എന്താണ് ഡിലേഡ് എൻട്രീസ്? കാരണം എന്താ, 3 കൺഫോർമേഷൻസും നോക്കിയിരിക്കണം. അഗ്രസീവ് ആകുമ്പോൾ എന്താണ്, ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് അങ്ങ് പോയാൽ മതി. ഇതാകുമ്പോൾ 3 കൺഫോർമേഷൻ നോക്കണം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയല്ല, അത് എന്താണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്താണ്, ചിലപ്പോൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. കാരണം നമുക്കെന്താണ്, പ്രൈസ് വലിയൊരു ക്യാൻഡിൽ ക്ലോസ് ആണ് കിട്ടുന്നതെങ്കിലോ ആ ക്യാൻഡിൽ ക്ലോസിൻ്റെ മുകളിൽ പോയിട്ട് എൻട്രി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പം നമ്മളുടെ റിസ്ക് മാച്ച് ആവൂല, വലിയ റിസ്ക് ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഇൻക്രീസ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. വലിയൊരു മർബോസ് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ റിസ്ക്കും നമ്മളുടെ താഴത്തെ ആ ഒരു സെക്യൂർ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. അതേപോലെ റെക്യൂർ പേഷ്യൻസ്, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു ന്യൂ കമറൊക്കെ കാണുന്ന സമയത്ത് അവർക്കൊരു പേഷ്യൻസ് ഇല്ലാത്ത രീതി. കാരണം ഈ ഒരു കൺഫോർമേഷൻസ് എല്ലാം കൂടി വരുന്ന സമയത്ത് എന്താണ്, അവിടെ പേഷ്യൻസ് ഉണ്ടാവണം. ഓരോ ക്യാൻഡിൽ ഫോർമേഷൻ, റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് ഫോം ചെയ്യണം, അതുപോലെ ഫേവറബിൾ ക്യാൻഡിൽ ക്ലോസിന് വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു പേഷ്യൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാൽ പോലും ഇതെന്താണ്, ജനറലി നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ എന്താണ്, കൺഫോർമേഷൻ എൻട്രി ബെറ്റർ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അഗ്രസീവിനേക്കാൾ കൂടുതൽ അതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായാൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ഒന്ന്, ഓപ്പർച്യൂണിറ്റി മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് എന്താണ്, ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോലും നമ്മളുടെ റിസ്ക് അപ്പറ്റൻസിന് വരാത്ത ഒരു എൻട്രി ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ ട്രേഡ് ഒഴിവാക്കുക. നമുക്ക് എൻട്രി സെറ്റപ്പ് വന്നിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, കൺഫോർമേഷൻ എൻട്രി ഇനി അഗ്രസീവായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റോക്സിലും കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് അഗ്രസീവ് എൻട്രി നല്ലതാണ്. നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കാൻ, ഒബ്വിയസ്ലി നിങ്ങളൊരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ TK എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്. നിങ്ങളുടെ എൻട്രി നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇപ്പോഴും ഓപ്ഷൻസ് ഫുള്ളി സപ്ലൈ ആൻഡ് ഡിമാൻഡിലൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെയല്ല, ഓപ്ഷൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെങ്കിൽ പോലും മെയിൻലി ഓപ്ഷൻ പ്രൈസിങ്ങും അല്ലെങ്കിൽ ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ഗ്രീക്സിൻ്റെ ബേസിലാണ്. ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ
ഒരുപാട് വോളറ്റിലിറ്റി, ടൈം ടു എക്സ്പയറി, ഇതിൻ്റെയൊക്കെ ബേസിലാണ് ഓപ്ഷൻസ് കോൺട്രാക്ട്സ് തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് തിയറി മാത്രമല്ല, ഓപ്ഷൻസ് ഗ്രീക്സ് കൂടി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് എന്താണ്, ഓപ്ഷൻസിൽ അഗ്രസീവ് എൻട്രി എടുക്കരുത്, കൺഫോർമേഷൻ ആണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രസീവ് എൻട്രി പറഞ്ഞു, കൺഫോർമേഷൻ എൻട്രി പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ്, ഓക്കെ, കൺസർവേറ്റീവ് എൻട്രി എന്ന് പറയുമ്പോൾ കൺസർവേറ്റീവ് എൻട്രി ഇൻ ട്രേഡിംഗ് മീൻസ് വെയിറ്റിംഗ് ഫോർ എ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആൻഡ് എ സ്ട്രോങ് കൺഫോർമേഷൻ ബിഫോർ എൻട്രിങ് എ ട്രേഡ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ലോവർ ടൈം ഫ്രെയിം കൺഫോർമേഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിലാണ് നമ്മളൊരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിൽ 5 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ റിജക്ഷൻ, അതുപോലെ ക്യാൻഡിൽ ക്ലോസ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 5 മിനിറ്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കുന്നു. ഇപ്പം എന്താണ്, നമ്മളിത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ കൺഫർമേഷൻ നോക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ടൈം ഫ്രെയിംസ് അലൈൻ ചെയ്തുകൊണ്ടാണ്. ടൈം ഫ്രെയിംസ് അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ഹവറിൽ നമ്മളൊരു ഡിമാൻഡ് ഒ ബി അല്ലെങ്കിൽ ഒരു സപ്ലൈ ഒ ബി കിട്ടി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാനൊരു ഡിമാൻഡ് ഒ ബി ആണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിൽ ഞാൻ 1 ഹവറിൽ ഒരു ഡിമാൻഡ് ഒ ബി ഐഡൻറ്റിഫൈ ചെയ്താൽ 15 മിനിറ്റ്, 1 ഹവറിനേക്കാൾ ചെറിയ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിൽ പോയിട്ട് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്താണ് 15 മിനിറ്റിലാണ് ഞാൻ ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്യും, പോയിട്ട് മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ 5 മിനിറ്റ്സ്, ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത എല്ലാം 5 മിനിറ്റ്സിലാണ്. എന്തുകൊണ്ടാണ് 5 മിനിറ്റ്സിൽ ചെയ്തത്, നമ്മൾ ഇൻട്രാഡേ ബേസിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ, ഇൻട്രാഡേ ബേസിൽ 5 മിനിറ്റ്സിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള 1 മിനിറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഇമേജിൽ കാണുന്നത് എന്താണ്, ഈ ഫസ്റ്റ് ഇമേജിൽ നമ്മളുടെ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി, ഒരു ഡിമാൻഡ് ഒ ബി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് ഈ ഒരു മൈനർ സ്ട്രക്ചർ ബ്രേക്സ് ആയിട്ട് വന്ന് അതിനുശേഷം ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്, മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് നമ്മളുടെ ഡിമാൻഡ് ഒ ബി അല്ലെങ്കിൽ സപ്ലൈ ഒ ബിയിലേക്ക് ടാപ്പ് കിട്ടിയതിന് ശേഷം ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ലോ ഉണ്ടാവുമല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക. മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് മേജർ അല്ല, മൈനറാണ്, താൽക്കാലികമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ആ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും കിട്ടിയാൽ അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഈ കൺസർവേറ്റീവ് അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് സപ്ലൈ ഓർഡർ ബ്ലോക്കാണ്. അപ്പം ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിനും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിനും സെയിം കാര്യങ്ങളാണ്. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പം നിങ്ങൾ നോക്കാം, ഇത് 1 ഹവർ ആവാം, 15 മിനിറ്റ് ആവാം, അതുപോലെ തന്നെ 5 മിനിറ്റ്, ഈവൻ 5 മിനിറ്റും ആവാം. ഓക്കെ, എന്ത് ടൈം ഫ്രെയിമിലുള്ളതാണെങ്കിലും ഇവിടെ നമ്മൾ ടൈം ഫ്രെയിം അലൈൻമെൻ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റോ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി, അവിടെ നമുക്ക് ഒരു ഡിമാൻഡ് ഒ ബി കിട്ടി. ഈ ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്ത് ഈ ഒരു മൂവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഇവിടെ മൈനറായിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുന്നത് പ്രൈസ് ആ റീട്രേസ്മെൻറ്റിന് താഴേക്ക് വന്നിട്ട് പ്രൈസിൻ്റെ സ്ട്രക്ചർ ആ ഒരു ബെയറിഷിൽ നിന്ന് ബുള്ളിഷ് അല്ലെങ്കിൽ ആ ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്ക് കൺവേർട്ടായി. ഓക്കെ, ആ സ്ട്രക്ചർ ഷിഫ്റ്റ് കൺവേർഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഈ കൺസർവേറ്റീവ് മെത്തേഡിൽ കാര്യം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പോയിട്ട് ചാർട്ടിൽ നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു കൺസർവേറ്റീവ് എൻട്രി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 1 ഹവറിൽ നിങ്ങൾ മനസ്സിലാക്കുക, 1 ഹവറിൽ നമുക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് സെറ്റപ്പ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ
ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എല്ലാ ക്രൈറ്റീരിയസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 1 അവറിലാണ് ഞാൻ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ കൺസർവേറ്റീവ് പ്രകാരം എന്താണ്, ഞാൻ 1 അവറിൻ്റെ താഴെയുള്ള ഒരു ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് 15 മിനിറ്റിൽ എന്ത് ചെയ്യണം, ഒരു മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് പോയി എന്താണ് നമ്മളുടെ ആ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഞാൻ ടൈം ഫ്രെയിം അലൈൻ ചെയ്തുകൊണ്ട് ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് എന്താണ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ പറഞ്ഞത് എന്താണ്, പ്രൈസിന് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, സ്ട്രക്ചർ ഷിഫ്റ്റിന് ലോനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇതും ഒരു ലോ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഈക്വൽ ലോ ആണ്. ഓക്കെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ലോ ആണ്, ലാസ്റ്റത്തെ ലോ. ഓക്കെ, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത്. ആ ലാസ്റ്റത്തെ ലോ ആണ്. ലാസ്റ്റത്തെ ലോ എന്നല്ല, ഫസ്റ്റത്തെ ലോ, മാർക്കറ്റ് ആ അപ് ട്രെൻഡിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ലോ. ഓക്കെ, അപ്പോൾ എന്താണ് 15 മിനിറ്റിൽ തന്നെയാണ് പ്രൈസ് ട്രാവൽ ആവുന്നത്. ഓക്കെ, പ്രൈസ് എന്താണ്, പ്രൈസ് ആ ഫസ്റ്റത്തെ ലോന മാർക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്താണ് ഇത് കൺസിഡർ ആസ് എ മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം എന്താണ്, നമുക്കെന്താണ് ഒരു ന്യൂ ഒ ബി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ന്യൂ ഒ ബി ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ന്യൂ ഒ ബിയിലേക്ക് പ്രൈസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ലോസ്, അതിനുശേഷം എന്താണ് ആ പുതിയ ഒ ബിയിൽ എൻട്രി. അതിനുശേഷം താഴേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ബേസ്ഡ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതായിരിക്കും നമ്മളുടെ എൻട്രി. ഓക്കെ, അതിനുശേഷം എന്താണ് പ്രൈസ് ഒബ്വിയസ്ലി എന്താണ്, പ്രൈസ് ഒബ്വിയസ്ലി നമ്മളുടെ പുതിയ ഡിമാൻഡ് ഒബിയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്തു. അതിനുശേഷമായിരിക്കും പ്രൈസിൻ്റെ ആ ഒരു മൊമെൻറ്റം. ഓക്കെ, ഈ കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ്, ഈ കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത നമ്മളുടെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അഗ്രസീവ് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും. അഗ്രസീവ് എൻട്രി എടുക്കുന്ന ആൾക്ക് കുറച്ച് റിസ്ക് കുറവുമായിരിക്കും, കുറച്ച് റിവാർഡ് കൂടുതലുമായിരിക്കും. പക്ഷെ എന്താണ്, ഇവിടെ കൺഫർമേഷൻ എൻട്രി ആണ് വന്നത്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് എൻട്രി ആണ് നമുക്ക് വന്നത്. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയാണ് നമുക്ക് എൻട്രി വന്നിട്ടുള്ളത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം എന്താണ് അഗ്രസീവ് എൻട്രി പോലെ നമ്മൾ കാൻഡിൽ കൺഫർമേഷനോ ഒന്നും ഇല്ലാതെയല്ല, നമ്മൾ സെർട്ടൺ സിഗ്നൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പേഷ്യൻസ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 അവർ എന്ന് 15 മിനിറ്റിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഇനി നമ്മളെന്താണ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ ലെവലിൽ കൂടുതൽ ആളുകളും 5 മിനിറ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് എന്ന് 1 മിനിറ്റിലേക്ക് ടൈം ഫ്രെയിം അലൈൻ ചെയ്തുകൊണ്ടാണ് സെറ്റപ്പ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, എന്താണ് പ്രൈസ് ഒബ്വിയസ്ലി ഒരു ചേഞ്ച്, മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മളെന്താണ് ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഡിമാൻഡ് ഒ ബി മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഡിമാൻഡ് ഒ ബി ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ഡിമാൻഡ് ഒ ബി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നിട്ട് എന്താണ് 5 മിനിറ്റിലുള്ള എൻ്റെ സെറ്റപ്പ് ഞാൻ എന്ത് ചെയ്തു 1 മിനിറ്റിലേക്ക് നോക്കിയിട്ട് അതിൽ മൈനർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് വരുമ്പോൾ നോക്കുക, പ്രൈസ് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം 1 മിനിറ്റിലേക്ക്, ഓക്കെ 1 മിനിറ്റിലേക്ക് പ്രൈസിനെ താഴ്ത്തുക. ഓക്കെ,
ഒബ്വിയസ്ലി എന്താണ് പ്രൈസ് ഇത് 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ പ്രൈസ് ഇവിടെ എത്തി. ഇനി എന്താണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യാൻ കാത്തു നിൽക്കുക. ഓക്കെ ഓക്കെ പ്രൈസ് ഓക്കെ, ഇപ്പം എന്താണ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ലോ. ഓക്കെ, ഇപ്പോഴത്തെ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്താണ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക. ഓക്കെ, ഇപ്പം എന്താണ് ഒബ്വിയസ്ലി മാർക്കറ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നമ്മൾ 5 മിനിറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണിത്. ഒരു ഇമ്പൾസീവ് മൂവ് കറക്ഷൻ എന്താണ് ഈ ഒരു ലെവലിൽ കറക്ഷൻ വന്നു. ഇപ്പം എന്താണ് ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് മേജർലി ഇവിടെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിമാൻഡ് ഒബിയിലേക്കോ ആയിട്ട് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ എന്താണ് ജസ്റ്റ് ഈ ഒരു ലെവൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഓർഡർ, ഒരു എൻട്രി, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെ, അതുപോലെ തന്നെ എന്താണ് മേജർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ, 1:2 മിനിമം നമ്മൾ 1:2 എടുക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കണേ ചില ആളുകൾക്ക് ഇതുപോലെ കഴിയുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ റിസ്ക് ആപ്പറ്റൈറ്റ് ചില ആളുകൾക്ക് എന്താണ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ലോൻ്റെ താഴെയായിട്ടും നിങ്ങൾക്ക് വെക്കാം. പക്ഷേ സേഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ടും വെക്കാം, ഇതിൻ്റെ താഴെയായിട്ടും വെക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, പുതിയ ഉണ്ടാക്കിയ ആ ഒരു സോണിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു പ്രൈസ്. അതിനുശേഷം എന്താണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ വീണ്ടും ഒന്ന് 5 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക. 5 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി എൻട്രി വന്നിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എൻട്രി വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആക്ച്വലി പ്രൈസ് എന്താണ് നമ്മളുടെ സോണിൽ ടാപ്പ് കിട്ടി, അതിന് ശേഷം എന്താണ് കൺഫർമേഷൻ നോക്കിയിട്ട് ഇവിടെയാണ് നമ്മളുടെ അടുത്ത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ അഗ്രസീവായിട്ടാണ് ഒരു എൻട്രി എടുത്തതെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും എൻട്രി? ഇവിടെ ആയിരിക്കും നമ്മളുടെ എൻട്രി. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അഗ്രസീവ് എൻട്രിയിൽ ഇവിടെ ടാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസിൻ്റെ ഈ ഒരു മൊമെൻറ്റം കണ്ട നിങ്ങൾ പ്രൈസ് ഒരുപാട് നേരം അക്യുമുലേറ്റ് ചെയ്തു. പ്രൈസ് ഇവിടെ ഒരുപാട് നേരം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ടൈം ടീക്കയുടെ എഫക്റ്റ് ഇല്ല. നിങ്ങൾ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഒരു കൺഫോർമേറ്റീവ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ എവിടെയായിരിക്കും എൻട്രി വരിക? ഈ ഒരു ക്യാൻഡിലെ വിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ ഇവിടെയായിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ കൂടുതൽ കുറച്ചുകൂടി കൺഫർമേറ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അഗ്രസീവും ഉണ്ട്, കൺഫർമേഷനും ഉണ്ട്, കൺസർവേറ്റീവും ഉണ്ട്. ഇതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അഗ്രസീവ്നെസ് അങ്ങ് മാറ്റി വെച്ചിട്ട് കൺഫോർമേറ്റീവും കൺഫോർമേഷനുമായിട്ടുള്ള എൻട്രി എടുക്കുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ എന്താണ് 3 ടൈപ്പായിട്ട് നമ്മളെന്താണ് കൺഫോർമേഷൻ എൻട്രി സെറ്റപ്പ് പറയുന്നുണ്ട്. എന്താണ് ഒന്ന് അഗ്രസീവ് ആണ്, ഒന്ന് കൺഫോർമേറ്റീവ് ആണ്, ഒന്ന് കൺസർവേറ്റീവ് ആണ്. ഈ അഗ്രസീവിൽ എന്താണ് നമ്മളെന്താണ് നമ്മളുടെ സെറ്റപ്പിനെ വിശ്വസിച്ചും കൊണ്ട് നമ്മളെ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് ലെവൽസിൽ എത്തുന്ന സമയത്ത് അഗ്രസീവായിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നു, എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു വിത്തൗട്ട് നോയിങ് എനി കൺഫോർമേഷൻ. ഓക്കെ, അടുത്തത് കൺഫോർമേറ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് 3 തരത്തിൽ നമ്മൾ നോക്കും. എന്താണ് പ്രൈസ് ആൻഡ് വോളിയം റിലേഷൻഷിപ്പ് അഥവാ കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ? നമുക്ക് വേണ്ടത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് ക്യാൻഡിലിൻ്റെ റിജക്ഷൻസ് റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എന്താ, സപ്ലൈ ഓർഡർ ബ്ലോക്ക് എന്ന് ഒരു ഷോർട്ട് എൻട്രിയാണ് പോകുന്നതെങ്കിൽ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസും, ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളൊരു ലോങ് എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിയതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസിലായിരിക്കണം ഒരു ലോങ് എൻട്രിയും ചെയ്യേണ്ടത്. കൺസർവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഒരു
സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കി ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ സെറ്റപ്പ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അഗ്രസീവ് ആവുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ കൺഫോർമേറ്റീവ് ലെവലിലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൺസർവേറ്റീവ് ലെവലിലോ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ മാർക്കറ്റിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 9:50 to 3:30 വരെയാണ് നമ്മളുടെ ടൈം. ബാക്കിയുള്ള മാർക്കറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ലിമിറ്റഡ് ആണ്. നമുക്ക് 6-6.25 മണിക്കൂറേ നമുക്ക് ട്രേഡിംഗ് അവേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ള മാർക്കറ്റ്സ് ഒക്കെ ഫോറക്സ് നോക്കുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ 24/7 ആണ്, 74/5 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, കൺഫോർമേറ്റീവ് എൻട്രി, കൺസർവേറ്റീവ് എൻട്രി ഈസ് ദ ബെസ്റ്റ്. കാരണം അഗ്രസീവ് ആവുന്നതിന് പകരം എന്താണ്, കൺഫോർമേഷൻസ് നോക്കുക, വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടുക, റിസ്ക് കുറയ്ക്കുക. ഓക്കെ, താങ്ക് യു.